ബൈനോക്കുലർ കൊണ്ട് പക്ഷികളെ ഇങ്ങനെ വീക്ഷിക്കുമായിരുന്നു, ബേർഡ് വാച്ച് ചെയ്യുമായിരുന്നു. And one morning, a friend of mine and myself, we went out very early in the morning to go looking at the birds. ഒരു ദിവസം രാവിലെ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ അതിരാവിലെ തന്നെ ഇതുപോലെ ഈ പക്ഷികളെ നോക്കുവാനായി വീക്ഷിക്കുവാനായിട്ട് പോയി. And one of the best places to look at the birds is the rubbish dump. ഇതുപോലെ പക്ഷികളെ കാണാൻ പറ്റിയ ഏറ്റവും ഒരു നല്ല പ്രദേശമായിരുന്നു അത്. And so we were about to go through the gates in the early morning into the rubbish dump where we were going to see some of these birds. ഞങ്ങൾ ഒരു ഗേറ്റിലൂടെ കടന്നു പോകണമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ആ പക്ഷികളെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് അതിലൂടെ പോകേണ്ടി വരികയാണ്. And just as we were about to go in, we discovered there was this creature, a fruit bat, a big bat. It's like a bird, but it's a bat, a mammal. വലിയ വാലുള്ള പോകുന്ന സമയത്ത് വലിയൊരു വവ്വാലിനെ And it had its wing caught on the wire that was going around the outside of the rubbish dump. അതിന്റെ പുറത്തോട് ഇങ്ങനെ കെട്ടിയിരുന്ന ഒരു ഇലക്ട്രിക് വയറോ ഒരു വയറിനകത്ത് ഇതിന്റെ ചിറക് ഇങ്ങനെ കുരുങ്ങി കിടന്നു. And we felt really sorry for this poor creature. ഇതിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു പാപം തോന്നി, സഹതാപം തോന്നി. So we thought we're going to save it. എങ്ങനെങ്കിലും ഇതിനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. And so we got up on top of the fence and we slowly unwound the wing, and it was trying to bite us, but we managed to get it off of there, and finally we held it up between us. ഞങ്ങൾ മതിലിന്റെ മുകളിൽ കയറി ഇതിനെ കുരുങ്ങി കിടന്നതിൽ നിന്ന് സ്വതന്ത്രനാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. And I should say there were some hawks were flying around, and they were waiting for the bat to be killed by the rising sun so that they could eat it. ഈ ഞങ്ങൾ ഇതിനെ രക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനെ ഇരയാക്കാൻ വേണ്ടി ചില പക്ഷികൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. സൂര്യന്റെ വെളിച്ചം വരുമ്പോൾ ഇത് ചത്തുപോവുകയും പിന്നെ ഇതിനെ ആഹാരമാക്കുവാനായിട്ട് ചില പക്ഷികൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. So then we launched the bat into the sky and it began to fly away as the sun was coming up. സൂര്യൻ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഇത് ഞങ്ങൾ ഇതിനെ റിലീസ് ചെയ്തു. We released it. Okay. അതിനെ അഴിച്ചുവിട്ടു. അത് പറന്ന് ആകാശവിലായത്തിലേക്ക് ഇങ്ങനെ പറന്നു. And we were feeling pretty good about ourselves because we had just saved this poor bat. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, ഇതുപോലെ ഒരു പാവം ജന്തുവിനെ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നത്. But the bat was so tired from being on the wire all night that it lost altitude and spiraled out of control and into the pit. പക്ഷേ ഞങ്ങൾ ഇതിനെ രക്ഷിച്ച് ഇതിനെ റിലീസ് ചെയ്തെങ്കിലും അത് ഒരു രാത്രി മുഴുവൻ ആ വയറിനകത്ത് ചുറ്റി കിടന്നതിനാൽ അതിന്റെ കപ്പാസിറ്റി, അതിന് പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് ഞങ്ങൾ വിടുകയും അത് പറന്ന് താഴെ വീഴുകയും ചെയ്യുകയായിരുന്നു. So it turned out we hadn't really saved the bat at all. We hadn't really saved the bat after all. വാസ്തവത്തിൽ ഞങ്ങൾക്ക് അതിനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. So we went inside and we took the bat out of the rubbish and we cleaned it up, and then we came up with a better plan. ഞങ്ങൾ അതിനെ റിലീസ് ചെയ്തു. പക്ഷെ അത് വീണ്ടും താഴെ ഒരു അഴുക്ക് സ്ഥലത്തേക്ക് വീണു. ഞങ്ങൾ പോയി അതിനെ എടുത്ത് അതിനെ കഴുകി ഇനി ഞങ്ങൾ ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് നിൽക്കുന്നത്. അതിനെ റിലീസ് ചെയ്യാൻ താല്പര്യമില്ല. So we took the bat outside of the fence, then we took it to the forest, where up in the trees there were hundreds and even thousands of the other bats. ഞങ്ങൾ അതിനെ എടുത്ത് റിലീസ് ചെയ്യാതെ വനത്തിന്റെ ഉള്ളിൽ ഇതുപോലെ ധാരാളം വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് വവ്വാലുകളുള്ള മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. And we released the bat at the base of one of the trees, and it scampered up the tree back to its community of bats. ആയിരക്കണക്കിന് ഈ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന ആ മരത്തിന്റെ ഒന്നിന്റെ ചുവട്ടിലേക്ക് അതിനെ കൊണ്ടിടുകയും അത് വളരെ വേഗത്തിൽ ആ മരത്തിന്റെ മുകളിലേക്ക് പോയി ആയിരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാകുകയും ചെയ്തു. And that story is etched in my mind as an allegory of salvation. ഈ ഒരു കഥ എന്റെ ഹൃദയത്തിനകത്ത്, എന്റെ മനസ്സിനകത്ത് ഒരു ആലങ്കാരികമായി രക്ഷ എന്ന വിഷയവുമായിട്ട് ചേർത്ത് വായിപ്പാനിടയായി. Because salvation is not only what we are saved from, it's what we are saved into. Amen. Salvation, രക്ഷ എന്ന് പറയുന്നത് നാം എവിടെ നിന്നോ രക്ഷപ്പെട്ടു എന്നതിനേക്കാൾ അർത്ഥമാകുന്നത് നാം എങ്ങോട്ട് രക്ഷപ്പെട്ടു എന്നതാണ്. It's simply not enough to tell people that they are saved from sin and death. We must also tell them that they are saved into the community of Father, Son and Holy Spirit. പാപത്തിൽ നിന്ന്
അല്ലെങ്കിൽ ശാപത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതല്ല രക്ഷയുടെ യാഥാർത്ഥ്യം. മറിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ കുടുംബത്തിനകത്തേക്ക് ഈ ആള് എൻ്റർ ആയതാണ് രക്ഷ എന്ന് പറയുന്നത്. It is one of the problems I see in the church today is so many people think that all that matters is that they're saved from sin and death. പൊതുവായി നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സഭകളിലും നമ്മൾ കാണുന്നത് രക്ഷ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിൽ നിന്ന് ഇതുമാതിരിയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. But the fact that we are delivered from sin and death isn't the end of it, it's the beginning of the story. We get to know God as Father. Hallelujah. പക്ഷേ യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നാം സ്വതന്ത്രരായി എന്ന് പറയുന്നതല്ല അവസാനം. അത് ഈ യാത്രയുടെ തുടക്കമാണ്. അവിടെ നിന്ന് നാം പിതാവിന്റെ കുടുംബത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, ആ പിതാവിനെ അറിയുന്ന അറിവിലേക്കുള്ള ആദ്യപടിയാണ് ആ രക്ഷയുടെ അല്ലെങ്കിൽ പാപമോചനം എന്ന് പറയുന്നത്. So let's have a look at 1 John. That's the first letter of John, chapter 1 and verses 1 through to 4. നമുക്ക് 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അത് ചിന്തിക്കുവാനായിട്ട് എടുക്കാം. 1 John chapter 1 verse 1 onwards. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ 4-ാമത്തെ വാക്യം വരെ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു, സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്നു ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. So there's 3 things going on in that short passage. There are three parts to that short passage. ഈ മൂന്ന് കാര്യങ്ങൾ ഈ പാസേജിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുവാൻ പോകുന്നു. There is what was going on in the beginning. എന്താണ് ആരംഭത്തിൽ സംഭവിച്ചത്? What Jesus Christ has done. എന്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? And where that leads to. ആ ചെയ്ത പ്രവൃത്തി നമ്മെ എങ്ങോട്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത്? And all 3 of those things are absolutely vital to our understanding of salvation. രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കറിയുവാനായി പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. So that which was in the beginning. What was going on in the beginning? എന്താണ് ആരംഭത്തിൽ ഉണ്ടായിരുന്നത്? Because the word beginning there is not talking about the beginning of time, it's talking about before time. ഈ ആരംഭം എന്ന് പറയുന്നത് ഏതോ സമയത്തിന്റെ ആരംഭം എന്നല്ല, സമയത്തിന് മുൻപേ എന്ന അർത്ഥമാണ് ആക്കുന്നത്. Before time, God was not sitting around being bored doing nothing. സകല കാലത്തിനു മുൻപേ ദൈവം ഇങ്ങനെ എവിടെയോ ഇങ്ങനെ ബോറായിട്ടിരിക്കുന്ന ഒരാളായിരുന്നില്ല. As it says in the Gospel of John in John chapter 1 verses 1 and 2, it says, in the beginning the Word was with God. ദൈവവചനം പറയുക യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. And of course, when we say that the Word was with God, we don't just mean he was standing next to him. We mean that he was face to face with him. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വചനം ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. വചനവും ദൈവവുമായി മുഖാമുഖമായി ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിലായിരുന്നു. And so Jesus and the Father in fellowship with the Holy Spirit had conversation, they had friendship, they had mutual giving and receiving. Amen. സകലകാലത്തിനു മുൻപേ പിതാവ് പുത്രനോടുകൂടെ മുഖാമുഖമായി പരിശുദ്ധാത്മാവിനാൽ ബന്ധം സ്ഥാപിച്ചിരിക്കുകയും അവരുടെ ഇടയിൽ പരസ്പര സ്നേഹ കൈമാറ്റവും പരസ്പര സ്നേഹവും കോൺവെർസേഷനും സംഭാഷണവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Their connection was so profound that they were one. അതായത് ഇവരുടെ നടുവിൽ ഇവർ ഒന്നായിരുന്നു എന്ന് കാട്ടുന്ന അതിശക്തമായ ബന്ധം ഉണ്ടായിരുന്നു.
You know, there are some teachers here in India who believe that there is no Trinity. ഇവിടെ ചില ആളുകളെ ട്രിനിറ്റിയെ കുറിച്ച് തത്വം എന്ന വിഷയത്തെ കുറിച്ച് വളരെ വികലമായ നിലയിലുള്ള പഠിപ്പീരുകൾ ഇന്ത്യൻ സഭയിലുണ്ട്. And the passage they like to quote is from Deuteronomy 6 verse 4, which is the famous Shema. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചാണ് തോറായിലെ ആ വാക്യത്തെ ഉദ്ധരിച്ചാണ് ഇതുപോലുള്ള ഉപദേശങ്ങൾ ഉണ്ടായി വന്നത്. Where it says, "Hear, O Israel, the Lord your God is one." ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു. And so some of these false teachers will quote that verse and say, "You see, there's just one." നോക്കിക്കേ, ചില ആളുകൾ ചില തെറ്റായ പഠിപ്പിക്കുന്ന ആളുകൾ ഈ വാക്യത്തെ എടുത്തിട്ട് പറയാറുണ്ട്, നോക്കിക്കേ അവർ ഒന്നാണ്, ഒറ്റ ആള് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കാറുണ്ട്. But the word that is used in Hebrew for one there is a plural one, not a singular one. വാസ്തവത്തിൽ അവിടെ എന്ന് കൊടുത്തിരിക്കുന്ന വാക്കിന്റെ എബ്രായ പദം അത് ഏകവചനമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്, ബഹുവചനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏകൻ എന്നത് ബഹുവചനമാണ് എബ്രായ ഭാഷയിൽ. Which is actually the same word that is used in Genesis chapter 2 when it says a man will leave his mother and father and be united to his wife and the two will become one. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏകൻ എന്ന അതേ പദമാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ താഴെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അവർ രണ്ടുപേരും ഒരു ശരീരമായി തീർന്നു, ഏക ശരീരമായി തീർന്നു എന്നതിന് കൊടുത്തിരിക്കുന്നതും അതേ പദം തന്നെയാണ്. It's because we are created in the image of God that we have this profound desire to connect with one another. ദൈവം തന്റെ ഛായയിൽ നമ്മെ സൃഷ്ടിച്ചതിനാൽ, ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതിനാൽ തന്നെ നമുക്ക് ആ ദൈവ സ്വഭാവം തന്നെ നമ്മിൽ വന്നതുകൊണ്ട് നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന സ്വഭാവത്തിലേക്കാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. Because in the beginning the word was with God. കാരണം വേദപുസ്തകം പറയുന്ന ലോക ആരംഭം മുതൽ സമയത്തിന് മുൻപേ ആരംഭത്തിൽ വചനവും ദൈവവും മുഖാമുഖമായിരുന്നു. And the way that the word is with God has now been seen by us in the person of Jesus Christ. അന്ന് സമയത്തിന് മുൻപേ ദൈവത്തോട് ചേർന്ന് മുഖാമുഖമായിരുന്ന ആ വചനത്തെയാണ് നമ്മൾ യേശു ക്രിസ്തു എന്ന പേരിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന നിലയിൽ വെളിപ്പെട്ടു വന്നത്. See, in the Old Testament there's only one person who's seen God, and that was Moses. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരേ ഒരാൾ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ പേര് മോസസ് എന്നാണ്. But Moses only saw the back parts of God, if you remember the story. പക്ഷേ നമുക്ക് കഥ അറിയാവുന്നതാണ്, മോശയ്ക്ക് പോലും ദൈവത്തിന്റെ മുഖം കാണാൻ പറ്റിയില്ല, മോശ പോലും ദൈവത്തിന്റെ പിറകുവശം മാത്രമേ കണ്ടുള്ളൂ. You remember that Moses petitioned God and said, "Show me your glory." മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും, ദൈവമേ അങ്ങയുടെ തേജസ് എന്നെ ഒന്ന് കാണിച്ചു തരണമേ. But God said, "If you saw all my glory, it would destroy you." മോശയുടെ ദൈവം വളരെ ദയാലുവായി പറഞ്ഞു, എന്റെ തേജസ് കണ്ടാൽ ആ ആൾക്കാർക്ക് ജീവിച്ചിരിക്കുവാൻ കഴിയത്തില്ല. So all the glory passed in front of Moses while he was hidden in the cleft of a rock, and then after God had passed by, he comes out and he can see the back of God. സകല മഹത്വവും ദയയും കരുണയും ദൈവം അതിന്റെ ഫുൾനെസ്സിൽ അവന്റെ മുൻപേ കടത്തിവിട്ടു. പക്ഷേ ആ സമയം മോസസ് ഒരു പാറയുടെ പിളർപ്പിലായിരുന്നു, അവനത് കാണാൻ പറ്റിയില്ല. ഈ തേജസ് കടന്നു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിന്റെ പിറകുവശത്തെ കാണുവാനായി കഴിഞ്ഞു. But Jesus is face to face with God, and when he appears we see the face of God. Hallelujah. എന്നാൽ മോശ ദൈവത്തിന്റെ പിറകുവശം മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ യേശു സകലകാലത്തിന് മുമ്പേ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരുന്നു. ആ മുഖം കണ്ടിരുന്ന പുത്രൻ ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ നമുക്ക് ദൈവത്തിന്റെ മുഖം കാണാൻ കഴിഞ്ഞു. Praise Lord. Now in Bible language, to see someone's face means that you are in conversation with them, that you are in relationship with them, that you know them. അതായത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഒരാളുടെ മുഖം കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി മുഖം കണ്ടു എന്നല്ല, ആ ആളുമായി നമ്മൾ സംഭാഷണത്തിലായി എന്നും ആ ആളുമായി നാം ബന്ധത്തിലായി എന്നും ആ ആളുമായി നമുക്കൊരു റിലേഷൻഷിപ്പ് വന്നു എന്നാണ് അവന്റെ മുഖം കണ്ടു എന്ന വാക്കിന്റെ അർത്ഥമാക്കുന്നത് ബൈബിളിന്റെ ഭാഷയിൽ. So the old covenant, we can see
things that are true about God, but we never actually get to know Him. വേദപുസ്തകത്തിന്റെ പഴയ നിയമ താളുകളിൽ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവുകൾ ധാരാളം ലഭ്യമായിരുന്നു. പക്ഷെ ദൈവത്തെ അറിയുവാൻ പഴയ നിയമത്തിലെ പുസ്തകത്തിന് അല്ലെങ്കിൽ പഴയ നിയമ താളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല ദൈവത്തെ അറിയുവാനായിട്ട്. But in the New Covenant, according to Jeremiah 31:34, it says that each person will know God from the least to the greatest. ഓൾഡ് ടെസ്റ്റമെന്റ് പുസ്തകത്തിൽ തന്നെ ദൈവം വരുവാനുള്ള പുതുനിയമത്തെ കുറിച്ച് പറഞ്ഞു. ജെറമിയാവ് 31:34 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആരും തന്റെ സഹോദരനെ ദൈവത്തെ അറിയാന്ന് പറയത്തില്ല, എല്ലാവരും ആബാലവൃത്തം ജനം എന്നെ അറിയും എന്ന് ദൈവം പുതുനിയമത്തെ മുൻകൂട്ടി കണ്ടു പറഞ്ഞിരുന്നു. Not only will we know about God, but we will know God just the same way that Jesus the Son knows Him. Hallelujah. ദൈവത്തെ കുറിച്ച് അറിയും എന്നല്ല ദൈവം അവിടെ പ്രെഡിക്റ്റ് ചെയ്തത്. യേശു ക്രിസ്തു എങ്ങനെ പിതാവിനെ അറിഞ്ഞിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ദൈവത്തെ അറിയുമെന്ന് ദൈവം മുൻകൂട്ടി അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. Okay, let's go back to 1 John. This is going to be our key passage we'll keep referring back to. 1 John chapter 1. നമുക്ക് ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം 1 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് പോകാം. അതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് തന്നിരിക്കുന്ന ലഭിച്ചിരിക്കുന്നതായ തിരുവെഴുത്ത്. So far we've talked about what was in the beginning. ഇതുവരെ നമ്മൾ എന്തായിരുന്നു ആരംഭത്തിൽ എന്ന് ഞാൻ വളരെ ലഘുവായിട്ട് സംസാരിക്കുകയായിരുന്നു. But John goes on to say that we have seen that which was in the beginning with our eyes, we've looked at it and our hands have touched it. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുൻപുണ്ടായിരുന്നതിനെ കുറിച്ച് ആ മുൻപുണ്ടായിരുന്നതിനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു. അതായത് സകല കാലത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടു. In the Gospel of John it says the word became flesh. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം പറയുന്നു, വചനം ജഡമായി തീർന്നു, and dwelled amongst us. നമ്മുടെ ഇടയിൽ പാർത്തു. So what was in the beginning has now been earthed in the person of Jesus Christ. ലോകത്തിൽ സകലത്തിനു മുൻപേ ഉണ്ടായിരുന്നവൻ ഇപ്പോൾ ഭൂമിയിൽ വന്ന് നമ്മുടെ ഇടയിൽ പാർക്കുകയാണ്, നമ്മുടെ കൂടെ പാർക്കുകയാണ്. And we have seen him, we have beheld the glory of God fully in the face of Christ. നമ്മൾ അവനെ കണ്ടപ്പോൾ അവൻ ഒരാളിനെ മാത്രമല്ല കണ്ടത്, പിതാവിങ്കൽ നിന്ന് ഏകജാതനായവനെ, ആ പിതാവിന്റെ ഫുൾ മഹിമയെ നാം അവനിൽ കാണുകയായിരുന്നു. He even goes on in verse 2 and says that life has appeared and we testify to it and we proclaim to you the eternal life that was with the Father has appeared to us. അതായത് മുമ്പോട്ടുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കും, അത് പിതാവിനോടുകൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ. അതായത് ഞങ്ങൾ കണ്ടത് പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്ന, പിതാവിനോട് ചേർന്നിരുന്ന ആ ജീവനായവനെയാണ് ഞങ്ങൾ കണ്ടത്. So eternal life isn't just about living in heaven forever. സ്വർഗ്ഗത്തിൽ എന്നേക്കും താമസിക്കുന്ന ആ ജീവിതത്തിന്റെ പേരല്ല നിത്യജീവൻ. Eternal life is a description of the connection that passes between the Father and Son. നിത്യജീവൻ എന്ന് പറയുന്നത് പിതാവിന്റെയും പുത്രനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് നിന്ന് ആ ഒഴുകുന്ന ആ ജീവനാണ് നിത്യജീവൻ. Prayer of Jesus in John 17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. We're just going to look at verse 3 to start with. അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഒന്ന് ആരംഭിക്കാം. John 17 verse 3. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. So eternal life is to know the Father and to know the one who he has sent, which is Jesus Christ the Son. നിത്യജീവൻ എന്ന് പറയുന്നത് ഈ സ്വർഗത്തിൽ പോയി താമസിക്കുന്ന ജീവനല്ലെന്നും മറിച്ച് അത് യേശുക്രിസ്തുവിന്റെ പിതാവിനെ അറിയുന്നതും യേശുക്രിസ്തു അയച്ച തന്റെ പുത്രനെ അറിയുന്നതുമാണ് നിത്യജീവൻ എന്നാണ് യേശു പറഞ്ഞത്. If that's what eternal life is, that changes the way we understand the famous John 3:16, doesn't it? അങ്ങനാണെങ്കിൽ ആ വാക്യത്തെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ വേദപുസ്തകത്തിന്റെ സുവർണ വാക്യം എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം നമുക്കിപ്പോൾ ഈ വാക്യത്തിന്റെ ബേസിൽ കുറച്ചും കൂടെ വ്യക്തമാകും. All my life when I was brought up in the church, I thought eternal life just meant that I would live forever in heaven.
ഞാൻ കുറെ നാളൊക്കെ ചിന്തിച്ചിരുന്നത് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരു കുറെ നാളുകൾ മരണമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ജീവിതം എന്നാണ് ഞാൻ ആയിരുന്ന സഭകളിൽ അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്നത്. But eternal life is way better than that. പക്ഷേ നിത്യജീവൻ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് ശ്രേഷ്ഠമായ കാര്യമാണ്. Eternal life existed in the beginning. നിത്യജീവൻ സകല സമയത്തിന് മുൻപേ ഉണ്ടായിരുന്നു. It was the oneness of the Father and the Son in the fellowship of the Spirit. That is the eternal life. സകല കാലത്തിനു മുമ്പ് പിതാവും പുത്രനും ഒരുമിച്ചിരുന്ന ആ ബന്ധത്തിനകത്ത് സർവകാലത്തിനു മുമ്പേ നിത്യജീവൻ വ്യാപരിച്ചിരുന്നു. And in the incarnation, that life has now appeared to us. And Jesus has brought his oneness with the Father on earth in a human being. Hallelujah. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ മനുഷ്യാവതാരത്തോടുകൂടെ ആ നിത്യമായ ജീവൻ ഇവിടെ മനുഷ്യർക്ക് പ്രത്യക്ഷമാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഒരു മനുഷ്യ രൂപത്തിൽ ദൈവത്തിന്റെ നിത്യ ജീവനെ യേശു വെളിപ്പെടുത്തുകയാണ്. Now let's just go over one more page and have a look at the words that Jesus prayed from verse 20 right down to verse 26. So could someone read from verse 20 to 26? ആരെങ്കിലും ഒരാൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20 മുതൽ താഴോട്ടുള്ള വാക്യം 20 മുതൽ 27 20 to 26 ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. പിതാവേ, നീ ലോക സ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. Amen. Now those words are absolutely amazing. വായിക്കപ്പെട്ട വചനം സത്യത്തിൽ യഥാർത്ഥത്തിൽ ആശ്ചര്യമുളവാക്കുന്ന വാക്യങ്ങളാണ്. You know, I must have read those words 1,000 times and never really understood them or seen them. ഞാൻ 1000 പ്രാവശ്യം ഈ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അതിന്റെ ഫുൾനെസ്സിൽ എനിക്ക് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. Somehow it just sort of bounced off the stratosphere of my heart. എന്റെ ചിന്തയ്ക്കും എന്റെ ഹൃദയത്തിന്റെ ഒക്കെ പരിധിക്കൊക്കെ ഒത്തിരി അപ്പുറത്താണ് ആ തിരുവെഴുത്തുകളിൽ. But then one day I remember it's almost like the Spirit just opened this prayer up to me and I saw what it was really saying. ഈ പ്രാർത്ഥനയുടെ പൊരുളുകൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുവാനായി ഇഷ്ടം തോന്നി. അന്ന് ഇതിന്റെ മഹത്വം പരിശുദ്ധാത്മാവ് എനിക്ക് കാട്ടിത്തന്നു. The first thing to notice here is that Jesus has prayed for you. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പ്രാർത്ഥന പഠിച്ചത്, ഈ പ്രാർത്ഥനയിൽ യേശു നിങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചിരുന്നു. You get a personal mention in the scriptures. നിങ്ങളെ കുറിച്ച് പേഴ്സണലി പരാമർശിച്ചിരിക്കുന്ന വാക്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. Jesus says, my prayer is not only for my disciples, I pray for those who will believe in me through their message. നിങ്ങളെക്കുറിച്ചുള്ള പേഴ്സണൽ വാക്യമാണ് 20ാമത്തെ വാക്യത്തിൽ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. And you are those people. You believe because of the message of the apostles. Here you sit. അവര് പ്രസംഗിച്ച വചനത്താൽ വിശ്വസിച്ചവരല്ലേ നമ്മൾ എല്ലാവരും. ഈ വാക്യം ഡയറക്റ്റ്ലി നമ്മളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. Which means Jesus has prayed for you, and let's have a look what he prayed for. നമുക്ക് വേണ്ടി ജീസസ് ഡയറക്റ്റ്ലി പ്രാർത്ഥിച്ച് നമ്മെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ കുറച്ചും കൂടെ സൂക്ഷ്മമായി നോക്കേണ്ടിയിരിക്കുന്നു. I mean, it starts really well and just gets better and better. നമ്മളത് പഠിച്ച് കുറച്ചും കൂടെ നമുക്ക് കുറേ കൂടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. He says, may they all be one, Father, just as you are in me and I am in you. May they experience that same oneness. പിതാവേ, അവരെല്ലാവരും ഒന്നാകേണ്ടത്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിൽ ആകേണ്ടതിന് തന്നെ. And may they be in us.
അവര് നമ്മിലാകേണ്ടതിന് തന്നെ. Jesus is praying that you will be included in the relationship between father and son. ഡാഡിയോട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളും ഞാനും ആ യേശുവും പിതാവും തമ്മിലുള്ള ആ ബന്ധത്തിനകത്തേക്ക് നിങ്ങളും ഞാനും കൂടെ വരണമെന്ന് യേശു പ്രാർത്ഥിക്കുകയാണ്. Do you know what that means? എന്താണ് അർത്ഥം എന്നറിയാമോ? That means the most important relationship you have is not your relationship with God. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധമല്ല യഥാർത്ഥ ബന്ധം. The most important relationship you have is the relationship Jesus has with the Father. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ബന്ധം പിതാവിനോട് പുത്രനായ യേശു ക്രിസ്തുവിനുള്ള ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത്. Jesus has allowed you to get inside of him so that you experience what he experienced and knows what he knows. ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിന്റെ നടുവിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിച്ചു. എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവിടെ എത്തുമ്പോൾ യേശു എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ ആ ബന്ധത്തിൽ വന്ന അനുഗ്രഹം മുഴുവൻ നിങ്ങൾക്കും എനിക്കും അനുഭവിക്കാൻ കഴിയും. If I had time, I would go through every single verse, but we're just going to pick out a couple more. എനിക്ക് സമയം ഉണ്ടായിരുന്ന ഓരോ വാക്യങ്ങളിലൂടെ എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചില വാക്യങ്ങൾ മാത്രം നമുക്ക് ഇന്ന് ചിന്തിക്കാം. In verse 23, for instance, 23ാമത്തെ വാക്യം, he says, "You have sent me and have loved them even as you have loved me." പിതാവേ, നീ എന്നെ അയച്ചിരിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. ഓ Can you believe that you are as loved by God the Father as Jesus is? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാക്യമല്ല ഇത്, ഭയങ്കര ടഫാണ്. യേശു ക്രിസ്തുവിനെ എങ്ങനെയാണോ ഡാഡി സ്നേഹിച്ചത് അതുപോലെ നിങ്ങളെയും പിതാവ് സ്നേഹിക്കുന്നുണ്ട്. I'm not sure if that's a misprint in my Bible, but surely that can't be true. അത് എനിക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ബൈബിളിൽ അത് അറിയാതെ കാണാൻ കോപ്പി ആയിട്ട് വന്നതാണോ പ്രിന്റ് ചെയ്ത് വന്നതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലിയ വിശ്വസിക്കാൻ പറ്റാത്തൊരു വാക്യമാണ്. But you know, here's the funny thing. ഇവിടെയാണ് രസകരമായ കാര്യം. I've been all over the world. ഓ, നമുക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ. And I have talked about the love of God to literally thousands and thousands of people. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. And I've often asked people, do you believe that you are as loved as Jesus is? ഞാൻ ഈ സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ജനത്തോട് ചോദിക്കാറുണ്ടായിരുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? And usually the congregation goes quiet. ഞാൻ എപ്പോഴൊക്കെ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ കോൺഗ്രിഗേഷൻ, ആ കൂട്ടം ശാന്തരായിട്ടേ ഉള്ളൂ. കാരണം മറുപടിയില്ല. Because most people think, yeah, I don't think so. കാരണം സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത, എനിക്ക് അങ്ങനെ ഒരു ദൈവം എന്നെ അങ്ങനെ സ്നേഹിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എന്നൊരു ചിന്തയാ സാധാരണ എല്ലാവർക്കും വരാറുള്ളത്. I'm not good enough to be loved like that. കാരണം ഞാൻ ദൈവം എന്നെ അത്ര സ്നേഹിക്കാൻ വേണ്ടി ഞാൻ അത്ര നല്ലവരൊന്നുമല്ല. And you know what? You're right. ഒരു കാര്യം നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ നല്ലവരാണ്. But you're not there having your own relationship with God the Father. You are included in the relationship that Jesus has with the Father. യേശു ക്രിസ്തുവിന് പിതാവിനോടുള്ള അതേ ബന്ധത്തിലേക്കാണ് നിങ്ങളെയും എന്നെയും ദൈവം ഒന്നാക്കി ചേർത്തിരിക്കുന്നത്. Jesus Christ has lived the life that you couldn't live, and now he has included you in that. നിങ്ങൾക്കും എനിക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ് യേശു ജീവിച്ചത്. നിങ്ങൾക്കും എനിക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിതം യേശു ജീവിച്ചിട്ട് ആ ജീവിതത്തിലേക്ക് നിങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. So we are saved from sin and death. That's absolutely necessary. നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് പറയുന്നത് ഒരു പരമമായ സത്യവും അത്യാവശ്യ ഘടകവുമാണ്. So that we can stand inside of Jesus Christ and know what he knows. നമുക്ക് ആ പാപത്തിൽ നിന്ന് രക്ഷ വന്നതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനകത്ത് വന്നിട്ട് ക്രിസ്തു എന്തറിയുന്നോ അതറിയുവാനായി കഴിയുന്നുണ്ട്. Let's go down to verse 26. 26ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. Let's just read that whole verse 26. 26ാമത്തെ വാക്യം, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാൻ ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. Jesus is making the Father known
in order that the love that the Father has for him may also be in us. യേശുക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുവാനുള്ള കാരണം യേശുക്രിസ്തുവിനെ സ്നേഹിച്ച സ്നേഹത്തിൽ അവരാകേണ്ടതിനും യേശുക്രിസ്തു അവരിലാകേണ്ടതിനും വേണ്ടിയാണ്. Can you see the extraordinary nature of that prayer? ഈ പ്രാർത്ഥനയുടെ ഒരു അസാധാരണത്വം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Okay. You know, I spent my whole life brought up in the church, and I never once ever heard this preached about. എന്റെ ജീവിതത്തിൽ അനേക വർഷങ്ങളിൽ ദൈവസഭയിൽ എനിക്ക് ഈ വാക്യത്തിന്റെ അർത്ഥത്തെ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. I've heard all about how I have to serve God and lay down my life for God, how I've got to make a decision for Christ. I've heard all these things. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ കേട്ടിട്ടുള്ളത് യേശു നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, അവന് വേണ്ടി സമർപ്പിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവൻ കേട്ടിരുന്നത്. But I wish someone had come and told me that Jesus made a decision for me long before I made a decision for him. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു തീരുമാനം എടുക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എന്നെ കുറിച്ച് യേശു ഒരു തീരുമാനം എടുത്തിരുന്നു. There was a decision made about you even before the creation. നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുന്ന തീരുമാനം കാർഡിൽ എഴുതി കൊടുക്കുന്നതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കുറിച്ചൊരു തീരുമാനം ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് എടുത്തിരുന്നു. And that decision was that you would be included in the life and the family of God. അവരുടെ ഡിസിഷൻ കാർഡിനകത്ത് അവർ എഴുതി വെച്ചിരുന്നത് നിങ്ങളും ഞാനും കൂടെ അവരുടെ കുടുംബത്തിലെ അംഗമായി മാറണമെന്നായിരുന്നു. ജീസസ്. Come now with me to John 14 and verses 1 and 2. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വേഗത്തിൽ ശ്രദ്ധ തിരിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. In my Father's house there are many rooms. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. But when Jesus is talking about the Father's house, he's not talking about a mansion in the sky. പിതാവിന്റെ ഭവനം എന്ന് യേശുക്രിസ്തു ഇവിടെ പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ വലിയ നിലനിലയായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തെ കുറിച്ചല്ല യേശു പറഞ്ഞത്. He's talking about the Father's home. അവിടെ പിതാവിന്റെ ഭവനം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. He's not talking about the bricks and the concrete that makes up a house. He's talking about the family of God. ദൈവം തന്റെ ഭവനം എന്ന് പറയുമ്പോൾ നമ്മളെ ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്ന പോലെ ദൈവം ഇങ്ങനെ SFSകാർ ഇങ്ങനെ കെട്ടിടം പൊക്കുന്ന പോലെ ഹെവനിൽ ഇങ്ങനെ പണിയുക, അങ്ങനെ ഒരു കെട്ടിടത്തെ കുറിച്ചല്ല, അവരുടെ കുടുംബത്തെ കുറിച്ചാണ് പിതാവിനെ ഇവിടെ പറഞ്ഞത്. In the Bible, for instance, when we talk about the house of David or the house of Jacob, you're not talking about the house, you're talking about their family. അതായത് ദാവീദ് ഗ്രഹം, യാക്കോബിന്റെ ഗ്രഹം, ഇസ്രായേൽ ഗ്രഹം, അതൊക്കെ ബൈബിളിൽ പലയിടത്തുമില്ലേ. അതെല്ലാം ഇസ്രായേലിന്റെ വീടിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചല്ല, അവരുടെ കുടുംബത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദാവീദ് ഗ്രഹം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വീടെന്നല്ല, ദാവീദിന്റെ കുടുംബം എന്നാണ്. So what Jesus is saying is that in the Father's household, in the Father's family, there's space and room for you. ഇവിടെ യേശു പറഞ്ഞത് പിതാവിന്റെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് ഒരു സ്ഥാനം വെച്ചിട്ടുണ്ടെന്ന്. In fact, the word there for home or for room rather, is to dwell with. അതായത് അവിടെ റൂമെന്നോ സ്ഥലമെന്നോ സ്പേസ് എന്നോ എന്ന് പറയുന്നതിന് യഥാർത്ഥ അർത്ഥം പറയുന്നത് ജീവിക്കുക എന്നാണ്. It's actually the കൂടെ വസിക്കുക. It's the same word that's actually used in verse 23, where it says that my Father will love him and we will come and make our home with him. 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശു അവരോട് എന്നെ സ്നേഹിക്കുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നു, എന്റെ പിതാവിനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവനോട് കൂടെ വാസം ചെയ്യും. ആ വാസം ചെയ്യും എന്ന് പറയുന്ന അതേ പദമാണ് പിതാവിന്റെ ഭവനം എന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. സെയിം വാക്ക്. That's the same room. That's the same word that's translated as room in verse 2. അതായത് 2-ാമത്തെ വാക്യത്തിനകത്തെ ആ സ്ഥലം അല്ലെങ്കിൽ റൂം, വാസസ്ഥലം എന്നതിന് അതേ പദമാണ് 23-ാമത്തെ വാക്യത്തിനകത്ത് ഞാനും പിതാവും ഒരുമിച്ച് വന്ന് അവനോട് കൂടെ വാസം ചെയ്യും എന്നതിന് കൊടുത്തിരിക്കുന്നത്. So Jesus said he's going to go and prepare a place for us in the Father's family. യേശുക്രിസ്തു പറഞ്ഞത് അറിയാമോ? ഞാൻ പോയി പിതാവിന്റെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ടാക്കാൻ പോവുകയാണെന്ന്.
So what did he do to prepare us a place in the Father's family? യേശു കർത്താവ് ചെയ്തത് പിതാവിന്റെ ഭവനത്തിൽ നമുക്ക് വസിക്കുവാനുള്ള സ്ഥലത്തെ ഒരുക്കുക എന്നതായിരുന്നു. Well, he said this just before he went to the cross. The crucifixion, the death, the burial, the resurrection and the ascension of Jesus is the preparation he made for you to be part of the family of God. Hallelujah. യേശു കർത്താവ് ഇത് പറയുമ്പോൾ മരിച്ചില്ലായിരുന്നു. താൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാ. മരിക്കാൻ താൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഈ പ്രവൃത്തികളെല്ലാം നിങ്ങളെയും എന്നെയും ആ ഭവനത്തിനകത്തേക്ക് കൊണ്ടുപോകാനുള്ള യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികളായിരുന്നു. Jesus, hallelujah. So the whole entire purpose of salvation is, yes, to save you from sin and death. That's the preparation. But the end goal is that you be adopted into the family of God. ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ പ്രാഥമിക നടപടി പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായിരുന്നു എങ്കിൽ അതിന്റെ ലക്ഷ്യം പിതാവിന്റെ ഭവനത്തിലേക്ക് ഒരു ദത്തുപുത്രനായി നിങ്ങളും ഞാനും ആ ഭവനവാസിയായി മാറുക എന്നതായിരുന്നു. So let's go back to 1 John again, back to that passage we first looked at. 1 യോഹന്നാന്റെ ആ ഭാഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വീണ്ടും തിരിയാം. And verse 3. മൂന്നാമത്തെ വാക്യം. കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. So we proclaim these things so that you can have fellowship with us, but it's not about our fellowship. We have fellowship with the Father and with the Son. അതായത് ഞങ്ങൾ ഇത് നിങ്ങളോട് പ്രസ്താവിപ്പാനുള്ള കാരണം ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടാകുന്നു. അതായത് ഞാനിത് പറയാൻ കാരണം നമുക്ക് കൂട്ടായ്മ ഉണ്ടാകാനാ. അവൻ ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാനല്ല, പിതാവിനോടും അവന്റെ പുത്രനോടും നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകാൻ എഴുതുന്നു എന്നാണ്. So our fellowship here is around the fellowship of the Father and the Son. അതായത് നമുക്കിപ്പം നമ്മൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടുന്ന അതല്ല. നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പിതാവിനോടും അവന്റെ പുത്രനോടുള്ള കൂട്ടായ്മയാണ്. അപ്പൊ ഒരു കൂട്ടായ്മയിലേക്ക് ഒരാൾ ഇവിടെ വരുമ്പോൾ അയാൾ നമ്മുടെ കൂട്ടായ്മയിലല്ല വരുന്നത്, പിതാവിന്റെയും അവന്റെ പുത്രന്റെയും കൂട്ടായ്മയിലേക്കാണ്. And that is the center of the church. The center of the church is the eternal life that's between the Father and the Son that's extended out to all of us. അതായത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഈ വ്യക്തികളുമായി വ്യാപിച്ചു കിടക്കുന്ന കൂട്ടായ്മയാണ്. So often when I hear talk about salvation, people say, come to Jesus so that you can get peace of mind, forgiveness of sins, to escape from judgment. നമ്മൾ പൊതുവായിട്ട് സാൽവേഷനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നത്, നിങ്ങൾ യേശുവിലേക്ക് വാ, യേശു നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കും, ന്യായവിധി എന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് വാ എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ സാധാരണ പറയാറുള്ളത്. But all of those appeals are appealing to our mercenary side, our desire just to get things from God. ഈ കാര്യങ്ങളല്ല, അതായത് മനസമാധാനം, പാപക്ഷമ, ന്യായവിധി എന്നുള്ള മോചനം, ഇതൊക്കെ വാസ്തവത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടും എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ ആ ചിന്തയാണ്. I mean, it's a little bit like when you hear a story of a 19-year-old girl who marries an 80-year-old man who's got lots of money. അതായത് നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടായിരിക്കും, ധാരാളം കാശുള്ള പണമുള്ള 80 വയസ്സുകാരനായ ഒരു മനുഷ്യനെ 19 വയസ്സുള്ള ഒരു പെണ്ണ് കല്യാണം കഴിച്ചു. And everyone says she's only marrying him for his money. എല്ലാവരും പറഞ്ഞു ആ മനുഷ്യന്റെ പണത്തിന് വേണ്ടിയാണ് അവള് വിവാഹം കഴിച്ചത്. And yet so often it seems to me that evangelists are saying, marry Jesus for his money. ഇതുപോലെ തന്നെയാണ് സുവിശേഷത്തിലും നമ്മുടെ ആളുകൾ പറയുന്നത്, യേശുക്രിസ്തുവിനെ നമ്മൾ കല്യാണം കഴിച്ചത് യേശുക്രിസ്തുവിന്റെ പണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞത്. Come to Jesus so that you can get peace of mind. Come to Jesus so you escape judgment. Come to Jesus so you can go to heaven. നമ്മൾ സാധാരണ എല്ലാ സുവിശേഷ യോഗങ്ങളിലും കേൾക്കുന്നത്, യേശുവിന്റെ അടുത്തിലേക്ക് വാ, പാപമോചനം കിട്ടും, യേശുവിന്റെ അടുക്കിലേക്ക് വാ, മനസ്സമാധാനം കിട്ടും, യേശുവിന്റെ അടുക്കിലേക്ക് വാ, ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടും, യേശുവിന്റെ അടുക്കിലേക്ക് വാ, സ്വർഗത്തിലേക്ക് പോകും എന്നുള്ളതാണ്. യേശുവിൽ നിന്ന് എന്തോ വാങ്ങാൻ വേണ്ടിയാണ് നാം യേശുവിന്റെ അടുക്കിലേക്ക് വന്നു എന്ന് തോന്നുന്നു. But what would be even better is that if we just come to Jesus for Jesus. വാസ്തവത്തിൽ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത് യേശുവിൽ നിന്ന് വാങ്ങാനല്ല, യേശുവിനെ വാങ്ങാൻ വേണ്ടിയാണ്. He's worth it. അവനാണ്
He's worthy അതായത് of നിങ്ങൾക്കും എനിക്കും കൈവശപ്പെടുത്താൻ അവൻ യോഗ്യനായവനാണ്. because with Jesus we have access to the Father. We're included in the family. We are loved. നമ്മൾ യേശു ക്രിസ്തുവിന് എന്തോ വാങ്ങാനല്ല യേശുവിന്റെ അടുക്കൽ വന്നത്, യേശുവിനെ കൈവശപ്പെടുത്താൻ. കാരണം ആ യേശുവിലൂടെ നമുക്ക് പിതാവിന്റെ ഭവനത്തിലേക്ക് പ്രവേശനം സാധ്യമായിരിക്കുകയാണ്. See, I've got a tradition at my house. When my children were little, I would always bring them a gift whenever I was overseas. ഞാൻ വിദേശങ്ങളിൽ നിന്നൊക്കെ കടന്നു വരുമ്പോൾ എന്റെ വീടിനകത്തൊരു ശീലം ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ യാത്ര കടന്നു കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. The way it worked was the further I traveled and the longer I was away, the bigger the gift had to be. ഞാൻ എത്രത്തോളം ദൂരെ യാത്ര ചെയ്യുമോ അത്രത്തോളം ഞാൻ യാത്ര ചെയ്യുന്നതിന്റെ ദൂരം അനുസരിച്ച് സമ്മാനം വലുതായിരിക്കും. My children got used to the fact that whenever I was away, that when I came back, that they would get a gift from me. അപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഞാൻ എപ്പോൾ ദൂരെ പോയിട്ട് തിരിച്ചു വരുമോ അപ്പോൾ അവർക്ക് ഒരു സമ്മാനം കിട്ടുമെന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. Now, one time when I was coming to the airport, my children were in the back seat of my car when my wife was driving the car to the airport to pick me up. എന്റെ ഭാര്യ എന്നെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ആ കാറിൽ എന്റെ കുഞ്ഞുങ്ങളുടെ ഉണ്ടായിരുന്നു. And my wife told me about the conversation that happened between my children on the way to the airport. അപ്പോൾ ഇവര് വൈഫ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു, മക്കൾ പുറകിലുണ്ട്. അദ്ദേഹത്തെ എയർപോർട്ടിൽ വിളിക്കാൻ വരുമ്പോൾ ഇവരുടെ ഇടയിൽ നടന്ന കോൺവെർസേഷൻ ഭാര്യ തന്നോട് പറയുകയുണ്ടായി. I've got 3 sons and 1 daughter. എനിക്ക് 3 ആൺകുട്ടികളും ഒരു മോളുമാണുള്ളത്. And my 3 sons were discussing what sort of present that they would get from me. അവര് 3 പേരോട് ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം, എന്ത് സമ്മാനമായിരിക്കും ഡാഡി കൊണ്ട് തരാൻ പോകുന്നത്. You know, they were saying, I think Daddy will bring me a big present. I think Daddy will bring me an expensive present. I think Daddy will bring me this sort of present. ഒരാൾ പറയുന്നത് എന്റെ ഡാഡി എനിക്കൊരു വലിയ കാശ് നല്ല 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 വിലയേറിയ ഒരു സമ്മാനം കൊണ്ടുവരും, വലിയ സമ്മാനം കൊണ്ടുവരും. വേറൊരാൾ പറഞ്ഞു എനിക്ക് ഡാഡി വേറൊരു ടൈപ്പ് സമ്മാനം കൊണ്ടുവരും. എന്നിങ്ങനെ ഇവരുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നു. But my daughter, she had something completely different to say. എന്നാൽ എന്റെ മോൾ ഇതെല്ലാം കേട്ടിട്ട് സൈലന്റ് ആയിട്ടിരുന്ന വേറൊരു രീതിയിൽ അവളെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. She said, I don't care what Daddy brings me. I just want Daddy back. അവള് പറഞ്ഞു, ഡാഡി എന്ത് കൊണ്ടിരുന്നു എനിക്ക് വിഷയമല്ല, എന്റെ വിഷയം ഡാഡി തിരിച്ചു വരുന്നതാണ്. Now, I don't know, you're not meant to have favorites, right? You're not meant to have a favorite child, are you? നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ചില മക്കൾ ഫേവറേറ്റ് മക്കളുണ്ടാവും. But just between you and me, I was pretty happy with what my daughter said. നിശ്ചയമായിട്ടും ആ മകള് പറഞ്ഞതായിരിക്കും ആപ്പന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, റൈറ്റ്? And it seems to me that half the church is discussing what sort of things they can get from God. സത്യത്തിൽ സഭയിലെ പകുതി ആളുകളും കർത്താവ് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുതരും എന്നതിന് വേണ്ടി മാത്രം വരുന്നവരാ. വളരെ കുറച്ചു പേര് മാത്രമേ കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. But aren't we meant to be saying, I don't care what extra things I get from God. All I want is to know the Father and to know Jesus, His Son. കർത്താവ് എന്ത് തരുന്നോ, കർത്താവിൽ നിന്ന് കിട്ടുമോ എന്നൊന്നുമല്ല എന്റെ ഹൃദയം. എന്റെ ഹൃദയം എന്റെ കർത്താവിനെ അറിയുന്നതും ആ പിതാവിനെ അറിയുന്നതും മാത്രമാണ്. And there is simply nothing better than that. That is what eternal life is. Eternal life is to know the Father and to know the one whom He has sent, Jesus Christ. കർത്താവ് എന്തെങ്കിലും തരുന്നതിനെ കുറിച്ചുള്ള ചിന്തയല്ല, മറിച്ച് ഏകസത്യ ദൈവമായ ആ പിതാവിനെ അറിയുന്നതാണ് നിത്യജീവനാകയാൽ അതിനപ്പുറത്ത് മറ്റൊന്നിനും ഞാൻ വില കൊടുക്കുന്നില്ല. I just want to finish with this in John chapter 8. You remember that there is the famous story where Jesus is arguing with the Pharisees. പരീശന്മാരോട് യേശു ക്രിസ്തു സംസാരിച്ചപ്പോൾ, അവരോട് വാഗ്വാദം ചെയ്തപ്പോൾ യേശു പറഞ്ഞൊരു കഥ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. Let's just have a quick look at that. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് വേഗത്തിൽ തിരിയാം. John chapter 8 and we'll start at verse 34 യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ and down to 36. 36 മുതൽ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന് ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്നും ഞാൻ അറിയുന്നു. എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങളോട് ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. So a slave has no permanent place in the household. അതായത് ദാസന്മാർക്ക് കുടുംബത്തിനകത്ത് നിരന്തരമായി താമസിക്കാൻ ഒരു സ്ഥലമില്ല. A slave can be kicked out of the house at any time.
ഒരു അടിമയെ എപ്പോൾ വേണമെങ്കിലും ഭവനത്തിൽ നിന്ന് പുറത്താക്കി കളയാം. They're only as good as their last act of service. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സർവീസ് ചെയ്യുക എന്ന് മാത്രമാണുള്ളത്, ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണുള്ളത്. But Jesus says the Son lives and belongs in the house forever. യേശു പറഞ്ഞു പുത്രനോ എന്നേക്കും കുടുംബത്തിൽ താമസിക്കുന്നു. Then he says, if the Son sets you free, you shall be free indeed. എന്നിട്ട് യേശു പറയുന്നു ആ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിരിക്കുന്നു. What was Jesus saying when he said that? യേശുനാഥൻ എന്താണ് ഈ കാര്യം പറഞ്ഞപ്പോൾ സംസാരിച്ചത്? I believe he was saying that if I set you free into my sonship, then you will know what it's really like to be completely and utterly and beautifully free. അതായത് പുത്രനായ ഞാൻ നിങ്ങൾക്ക് പുത്രത്വത്തിലേക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, പുത്രത്തിലേക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ്, യഥാർത്ഥ അവകാശം എന്താണ്, ഭവനത്തിനകത്ത് ലഭ്യമാകുന്ന ഏറ്റവും വലിയ പ്രിവിലേജസ് എന്താണെന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. And that is precisely what Jesus has come to give to us. സത്യത്തിൽ ഈ ഒരൊറ്റ കാര്യം നൽകാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കർത്താവായ യേശു ലോകത്തിലേക്ക് കടന്നു വന്നത്. Jesus has come to share his sonship with us. വാസ്തവത്തിൽ യേശു ക്രിസ്തു തന്റെ പുത്രത്വത്തെ നമുക്ക് കൈമാറുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. No longer do we have to be worried about, am I going to be kicked out of the kingdom of God? Do I really belong? You belong forever. ഞാൻ ദൈവരാജ്യത്തിനകത്തുള്ള ആളാണോ, എന്നെ അവിടുന്ന് പുറത്താക്കി കളയുമോ, എനിക്ക് രക്ഷ പോകുമോ ഇല്ലയോ എന്ന ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വകയായി മാറിക്കഴിഞ്ഞു. And when you have that kind of security, it sets you free on so many levels. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് ആഴമായ ഒരു ഉറപ്പുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പല മേഖലയിൽ നിങ്ങൾക്ക് കൃത്യമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനായി കഴിയും. Even if you do happen to sin, which we all do, നമ്മുടെ ജീവിതത്തിൽ യാദർച്ഛികമായി പാപപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സാധാരണ നമ്മൾ എല്ലാവരും പാപത്തിൽ വീണു പോകുന്നവരാണല്ലോ. Instead of running away and trying to fix yourself up, you run to your Father and say, Father, I need your help. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മയും വീഴ്ചയും സംഭവിച്ചാൽ നിങ്ങൾ പോയി അത് ശരിയാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പപ്പായുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ഡാഡി അതൊന്ന് ശരിയാക്കി തരുമെന്ന് ആവശ്യപ്പെടുക. And no matter what you've done, no matter where you've been, you always feel secure. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തായിക്കോട്ടെ, എന്ത് പ്രവൃത്തി ചെയ്തുകൊട്ടെ, യേശുവിന്റെ അടുക്കിലേക്ക്, അപ്പന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അസാധാരണമായ ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ലഭ്യമാകുമാണ്. Let me tell you about something I said to one of my sons once. ഒരിക്കൽ ഞാൻ എന്റെ മകനോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആശിക്കുകയാണ്. One of my sons had just been disciplined by me. ഒരു ദിവസം എന്റെ ഒരു മകൻ അവനെ അല്ലെങ്കിൽ ശിക്ഷണത്തിലൂടെ നടത്തേണ്ടതായി വന്നു. And he was angry with me. അവൻ എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടു. And he said, Dad, I really hate you. ഡാഡി, Yeah, I really hate you. എനിക്ക് ഡാഡിയെ ഭയങ്കര ഇഷ്ടക്കേടാണെന്ന് പറഞ്ഞു. And I said, yeah, well, I really love you. ഓക്കെ, ആയിക്കോട്ടെ, എന്നാൽ എനിക്ക് നിന്നോട് ഭയങ്കരമായ സ്നേഹമാണെന്ന് പറഞ്ഞു. And he said, no, you're not understanding what I'm saying. I really hate you. ഡാഡിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ യഥാർത്ഥത്തിൽ വെറുക്കുകയാണ്. And I said, no, you're not understanding what I'm saying. I really love you. ഡാഡി അങ്ങോട്ട് പറഞ്ഞു, മോനെ നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നില്ല, ഞാൻ നിന്നെ ധാരാളമായി സ്നേഹിക്കുന്നു. And then I said to him, Jack, that's his name, Jack. I said, Jack, you need to understand something, so you listen to what I'm about to say. ജാക്ക് എന്ന് പറയുന്ന എന്റെ മോനോട് ഞാൻ പറഞ്ഞു, നീ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധയോടെ കേൾക്കുക. I said, no matter what you do, where you go, no matter what happens in your life, your mother and I, we will always completely and utterly love you. മോനെ, നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, നീ എവിടെ പോയാലും, ഏത് തോൽവിയിലൂടെ പോയാലും, ഏത് സാഹചര്യത്തിലൂടെ പോയാലും, ഞാനും നിന്റെ മമ്മയും നിന്നെ ആത്മാർത്ഥമായിട്ട് എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. And I saw his face that was covered in anger go soft, and all of those angry features began to leave his face. അവന്റെ മുഖത്ത് ദേഷ്യം വന്ന് ചുമന്നു പോയ അവന്റെ മുഖം ക്രൂരമായി തോന്നി. അവന്റെ മുഖം ഈ വാക്ക് കേട്ടപ്പോൾ സാവധാനം ശാന്തമാകുന്നതും അതിനകത്ത് ആ സന്തോഷം തിരികെ വരുന്നതും കാണുവാനിടയായി. And a smile began to break out on his face. അവന്റെ മുഖത്ത് ചിരി പുറത്തു വന്നു. He didn't want me to see the smile, so he turned his back to me.
ആ ചിരി നമ്മൾ കാണാതിരിക്കാൻ അവൻ അങ്ങോട്ടും അങ്ങ് മോൻ തിരിച്ചു. But the smile was so strong it actually glowed out the back of his head. അവൻ ആ പുറകിലോട്ട് തിരിഞ്ഞത് ചിരി നന്നായിട്ട് തിരിച്ചു. It was radiant. അത് വളരെ ശോഭന. So that's what we need. We need to hear those words from God. സത്യത്തിൽ ഇതുപോലുള്ള വാക്കുകളാണ് നമ്മുടെ ഡാഡിയിൽ നിന്ന് നമ്മളും കേൾക്കേണ്ടത്. We need to hear that no matter what, we are always loved, that we have a permanent place in the household. നമ്മുടെ പപ്പായും നമ്മുടെ സ്വർഗീയ പിതാവും ഇത് തന്നെ നമ്മളോട് പറഞ്ഞാൽ, നിങ്ങൾ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ പോയാലും മാറാത്തൊരു പ്ലേസ് എന്റെ കുടുംബത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് കേൾക്കുവാനിടയായ. And that we are inside of Jesus Christ and we are utterly and completely loved as much as He is loved. ആമേൻ. യേശു ക്രിസ്തുവിനെ എങ്ങനെ പിതാവ് സ്നേഹിക്കുന്നുവോ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായി യേശു ക്രിസ്തുവിൽ നാം പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നു. ആ പൊസിഷനിൽ നാം വന്നിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. And when we know that, then we are free indeed. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോൾ അറിയുമോ അപ്പോൾ നിങ്ങൾ യഥാർത്ഥമായി സ്വതന്ത്രരാകുകയാണ്. And nothing can take that away from you. ആ സ്വാതന്ത്ര്യത്തെ നിങ്ങളെ എടുത്തു കളയാൻ ഒരാൾക്കും കഴിയത്തില്ല. And that's why we call it good news. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സുവിശേഷം എന്ന് പറയുന്നത്. Amen. Hallelujah. Hallelujah. We'll leave it there for now. I could go on forever though, but people have to go home to bed and go to work tomorrow. Okay. Thank you so much. കരങ്ങളടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തേ. Thank you so much, dear pastor, for your valuable words. എത്ര പേര് ഈ വചനം